ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. ഇനിയെല്ലാം IPL ആവേശം തന്നെയാണ്. ആ ഒരു ചൂടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് പതിയെ ക്രിക്കറ്റ് ലോകം. അപ്പോൾ RCBയെ സംബന്ധിച്ച ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ IPL റിലേറ്റഡ് ഫാക്ട്സ് ആൻഡ് റെക്കോർഡ്സ് വീഡിയോസ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPLലെ തങ്ങളുടെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയാണ് ഫാഫ് ഡുപ്ലസിയുടെ സംഘം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിട്ടുകൊണ്ടാണ് RCB തങ്ങളുടെ IPL ഫിക്സേഴ്സിന് തുടക്കം കുറിക്കുന്നത്. ആദ്യ ഷെഡ്യൂൾ പ്രകാരം 5 മത്സരങ്ങളാണ് RCBക്ക് കളിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ആദ്യ ഘട്ട IPL ഷെഡ്യൂളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന ടീമും RCB തന്നെയാണ്. സോ ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന RCB ഇത്തവണ ഭേദപ്പെട്ട അല്ലെങ്കിൽ മാന്യമായ ഒരു ടീം തന്നെയാണ്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും കാതലായ ചില താരങ്ങൾ ഉള്ളത് തന്നെ അവരുടെ ഒരു പ്രതീക്ഷയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീസ് ടോപ്പിലി, ടോം കറൻ തുടങ്ങിയ താരങ്ങളുടെ പരിക്കിൻ്റെ അപ്ഡേറ്റ് ഇതുവരെയും RCB മാനേജ്മെൻറ്റ് ലഭ്യമാക്കിയിട്ടില്ല. ടോപ്പിലി IPL സമയമാകുമ്പോഴേക്കും പൂർണ്ണമായും ആരോഗ്യവാനായി തിരികെ എത്തുമെന്ന് പറയുമ്പോൾ പോലും ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ താരത്തിന് നഷ്ടമായേക്കാം. എന്നാൽ ടോം കറനെ സംബന്ധിച്ച് ഇതുവരെ RCB മാനേജ്മെൻറ്റ് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ബിഗ് ബാഷ് ലീഗിൽ നിന്ന് പരിക്കേറ്റ് പുറത്തായത് ഇപ്പോൾ മാസങ്ങളോളം അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ഇതുവരെയും ലഭ്യമായിട്ടില്ല. RCBയെ സംബന്ധിച്ച് ലേലത്തോട് സ്വന്തമാക്കിയ താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോളർ തന്നെയാണ് ഇംഗ്ലീഷ് പേസ് ബോളർ ടോം കറൻ. സോ അദ്ദേഹത്തിൻ്റെ IPL അവൈലബിലിറ്റി ഇതുവരെയും കൂടുതൽ വ്യക്തത RCB മാനേജ്മെൻറ്റ് വരുത്തിയിട്ടില്ല. RCBയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നായകൻ ഫാഫ് ഡുപ്ലസി, വിരാട് കോഹ്ലി സഖ്യം തന്നെയായിരിക്കും അവരുടെ മെയിൻ ബാറ്റിംഗ് ഡ്യുവോ. ഒപ്പം മറ്റ് ചില യുവതാരങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി കാമറോൺ ഗ്രീൻ, മുംബൈ ഇന്ത്യൻസിൽ നിന്നും കൊണ്ടുവന്ന കാമറോൺ ഗ്രീൻ തുടങ്ങിയ മികച്ച പ്ലെയേഴ്സ് ഉണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുമ്പോൾ പോലും. ബോളിങ്ങിൽ ചില പോരായ്മകൾ തന്നെയായിരിക്കും ബാംഗ്ലൂരിന് ഇത്തവണ ആ ഒരു അല്പം പുറകോട്ട് വലിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യൻ താരമായിട്ടുള്ള യഷ് ദയാൽ, അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ബോളർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തന്നെയായിരിക്കും വരുന്ന സീസണിൽ RCBയെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകവയ്ക്കുന്ന കാര്യം. ഒപ്പം റീസ് ടോപ്പിലി SA-20 ലീഗിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ ശരിക്കും RCBയെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷകൾ വാനോളം ഉയർത്താൻ RCB മാനേജ്മെൻറ്റിന് സാധിക്കും. യഷ് ദയാൽ, അതോടൊപ്പം തന്നെ റീസ് ടോപ്പിലി, മുഹമ്മദ് സിറാജ്, ലോക്കി ഫെർഗൂസൺ തുടങ്ങിയ താരങ്ങളുടെ എല്ലാം ഒരു മികച്ച ഫോം RCBയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട കാര്യം തന്നെ. കാരണം അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ആദ്യ IPL കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന RCBയെ സംബന്ധിച്ച് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇത്തവണ അവർ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയത്. വനിന്ദു ഹസരംഗ എന്ന ശ്രീലങ്കയുടെ സ്പിൻ താരത്തെ അവർ ഇത്തവണ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു മികച്ച സ്പിൻ ബൗളർ അഭാവം RCB ടീമിൽ എടുത്തു കാണുന്നുണ്ട്. കരൺ ശർമ്മ എടുത്ത് മാറ്റി നിർത്തിക്കാണെങ്കിൽ മറ്റൊരു മികച്ച ഒരു എക്സ്പീരിയൻസ്ഡ് സ്പിൻ ബൗളർ RCBയുടെ നിരയിൽ ഇല്ല. അപ്പോൾ ഇത്രയും ഡ്രോബാക്സ് വെച്ചിട്ട് RCB തങ്ങളുടെ ആദ്യ IPL കിരീടം നേടുമ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. എന്നിരുന്നാലും ഉദ്ഘാടന മത്സരത്തിൽ ഇനി 19 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് IPLന് കൊടികയറാൻ. മാർച്ച് 22 ചെന്നൈ, ആതിഥേയരായ ചെന്നൈയെ, നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ അവരുടെ സ്റ്റേഡിയമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നേരിട്ടുകൊണ്ടാണ് ബാംഗ്ലൂർ തങ്ങളുടെ IPL യാത്ര തുടങ്ങാൻ പോകുന്നത്. കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.